ആലപ്പുഴ മണ്ഡലമാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ആലപ്പുഴ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് വേരുകളുള്ള മണ്ഡലമാണ്. കണ്ണൂർ കഴിഞ്ഞാൽ CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ ശക്തമായിട്ടുള്ള ഒരിടമായിട്ട് കൊണ്ടു നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ മണ്ഡലം 2014 ജയിച്ചത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് നല്ല വ്യക്തിപരമായ സ്വാധീനമുള്ള ഇടം എന്ന നിലക്ക് തന്നെയാണ് അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പ്രാധാന്യം. കയർ മേഖലയ്ക്ക് പ്രാധാന്യമുണ്ട്. അവിടെ ഈ കയർ മേഖലയിലെ തൊഴിലാളികൾ നിർണായക വോട്ട് ശക്തിയാണ് എന്നത് കൂടെ ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചിത്രം നോക്കി വന്നാൽ ഇങ്ങനെയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി CB ചന്ദ്രബാബുവിന് 4,43,118 വോട്ടുകളാണ് 2014 ലഭിച്ചത്. KC വേണുഗോപാൽ 4,62,525 വോട്ടുകൾ നേടി. AV താമരാക്ഷനായിരുന്നു അന്ന് NDAയുടെ സ്ഥാനാർത്ഥി. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി AV താമരാക്ഷനായിരുന്നു. 43,051 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 94,363. സനീഷ്, അതിലൊരു പിശകുണ്ട്. ഭൂരിപക്ഷം നമ്മൾ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. 19,407 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ. ശരിയാണ്. അത് രണ്ട് 4,62,525 KC വേണുഗോപാൽ, 4,43,118 ചന്ദ്രബാബു. അപ്പോൾ 19,000-അടുത്ത്, അങ്ങനെയല്ലേ? 19,407 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് KC വേണുഗോപാൽ ഉണ്ടായിരുന്നത്. 2016 അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നില ഇങ്ങനെയാണ്. LDFന് ഭൂരിപക്ഷം 94,363 എന്നാണ്. ശരിയാണത്. 94,363 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് ആ മണ്ഡലത്തിലാകെ തന്നെയുണ്ട്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി. നമുക്ക് കാണാം ആലപ്പുഴയുടെ ഇടത് സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഈ പറയുന്ന ഹരിപ്പാട് ഒഴികെ മറ്റെല്ലായിടത്തും രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, അതൊഴികെ ബാക്കി എല്ലായിടവും ഇടതുപക്ഷത്തിൻ്റെ സ്ഥലമാണ്. CPMന് 5 സീറ്റുകളുണ്ട്, CPIക്ക് 1 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ് എന്നതാണ് അവിടുത്തെ കാര്യം. പ്രധാനപ്പെട്ട ഘടകങ്ങൾ KC വേണുഗോപാൽ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാധീനം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കയർ മേഖലയിലെ ഇടപെടൽ, അതിപ്പോൾ സർക്കാരാണെങ്കിലും ആ മേഖലയിലുള്ള MP ആണെങ്കിലും അവരുടെ ഇടപെടൽ എങ്ങനെ എന്നത് പ്രധാനപ്പെട്ട വിഷയമാകും. പ്രളയാനന്തര പുനർനിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ, CPMലെ വിഭാഗീയത, ആരാകും ഇടത് സ്ഥാനാർത്ഥി, ശക്തമായൊരു തൊഴിലാളി സമൂഹമുണ്ട് എന്നതാണ്. CPMലെ വിഭാഗീയത എന്നത് അതോടൊപ്പം ചേർത്ത് തന്നെ കാണേണ്ടതാണ്. ഈ കാലത്ത് അത് അത്രയ്ക്ക് പ്രസക്തമാണോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോഴും അവിടെ മറ്റു തരത്തിൽ മറ്റ് നേതാക്കളിലേക്ക് മാറിയിട്ട് ഈ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. ഇടത് സ്ഥാനാർത്ഥി ആരാകും എന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ശ്രീ അജയൻ ഓച്ചന്തുരുത്ത്, ആലപ്പുഴയിൽ ഈ KC വേണുഗോപാൽ എന്ന വ്യക്തിയുടെ സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരിക്കും? അദ്ദേഹമല്ല സ്ഥാനാർത്ഥിയെങ്കിൽ എന്തെങ്കിലും ഈ വിധി മാറാനുള്ള ഇടയുണ്ടോ? KC വേണുഗോപാൽ തന്നെയായിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ അതിശക്തമായ മത്സരത്തെ അതിജീവിച്ചിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. കഷ്ടിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. കാരണം അന്ന് CPMൻ്റെ ചന്ദ്രബാബു വിജയിക്കേണ്ട സാധ്യത ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാന കാരണം അദ്ദേഹം തോൽക്കാൻ കാരണം, അന്ന് CPM സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണം അമൃതാനന്ദമായി അനുകൂലികൾ CPMനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അത് CPMൻ്റെ ചാനലിൽ വന്ന ഒരു മോശം പരാമർശമാണ് അമൃതാനന്ദമായി അനുകൂലികളെ LDFനെതിരായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇത്തവണയും KC വേണുഗോപാൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ തവണത്തേക്കാളും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രളയാനന്തരം പുനർനിർമ്മാണം, പ്രളയം എന്ന സംഗതി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരില്ലേ ഇത്തവണ ആലപ്പുഴയിൽ ആകപ്പാടെ? അത് സർക്കാരിനെതിരായിട്ടൊരു വികാരമായിട്ട് പ്രതിഫലിക്കുമോ? സർക്കാരിന് എതിരായിട്ട് ഉള്ള അത് ധനമന്ത്രി ആലപ്പുഴക്കാരനാണല്ലോ. G. സുധാകരൻ എന്ന് പറയുന്ന മന്ത്രിയും ആലപ്പുഴക്കാരനാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടായ പ്രവർത്തനം ഒരു പരിധിവരെ സർക്കാർ വിരുദ്ധ തരംഗത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴ ഒരു കർഷകരുടെയും കയർ തൊഴിലാളികളുടെയും ഒരു മേഖലയാണ്, അടിസ്ഥാന തൊഴിലാളികളുടെ മേഖലയാണ്. അവിടെയാണ് SNDPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ടായ ഒരു സ്ഥലമാണ്. NDA BJP നേതൃത്വം അദ്ദേഹത്തിനോട് തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയോട് അവിടെ മത്സരിക്കാൻ.
ശ്രീ അജയൻ, ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് നേതാക്കൾ നമ്മൾ ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടൊക്കെ വന്നാൽ അത് തുറന്നങ്ങ് ചോദിച്ചാൽ അവിടെ ഈ രണ്ട് നേതാക്കൾ രണ്ട് പക്ഷത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് നിൽക്കുകയാണെന്ന നിരീക്ഷണമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടല്ലോ. അത് ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ഒന്നിച്ചു നിൽപ്പിനെ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന വിധത്തിലായിട്ടുണ്ടോ? അത് സാധ്യത കുറവാണെങ്കിലും അങ്ങനെ ഉണ്ടോ? തീർച്ചയായും അത് ഒരു വശത്ത് ധനമന്ത്രി തോമസ് ഐസക്കും മറുവശത്ത് മന്ത്രി ജി സുധാകരനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നു എന്നതാണ് ആലപ്പുഴയുടെ പൊതുവായ പ്രശ്നങ്ങൾ. അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ അജയൻ താങ്കളിലേക്ക്. ശ്രീലാൽ, ഇവിടെ KC വേണുഗോപാൽ എന്ന വ്യക്തി രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹം പക്ഷേ അവിടെ നിന്ന് മണ്ഡലം മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു പോലുള്ള വിഷയങ്ങളൊക്കെ പലയിടങ്ങളിലായിട്ട് ചർച്ചയായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് സ്ഥിതി? മണ്ഡലം മാറ്റം ഉണ്ടാകില്ല. KC മത്സരിച്ചാൽ അത് ആലപ്പുഴ തന്നെ മത്സരിക്കുകയും ചെയ്യും. KCക്ക് ഇത്തവണയുള്ള ഒരു പ്ലസ് പോയിന്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നെഗറ്റീവ് പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. KCക്ക് കഴിഞ്ഞ തവണ കേസ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ KCക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. വ്യക്തിപരമായുള്ള ചില പ്രശ്നങ്ങൾ, സോളാർ കേസ് അടക്കമുള്ള പ്രശ്നങ്ങൾ. അതിനാണ് ഞാൻ അത്തരത്തിലുള്ള വലിയൊരു നെഗറ്റീവ് ഇമേജുമായിട്ടാണ് കഴിഞ്ഞ തവണ KC പോയത്. അതോടെ തന്നെ സാമുദായിക സംഘടനകളുടെ എതിർപ്പ്, വിരോധം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ KCക്ക് ഇത്തവണ ആ ഘടകങ്ങളൊന്നുമില്ല. ഒന്ന്. രണ്ട്, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരു പക്ഷേ ഇപ്പോൾ ആന്റണിയേക്കാൾ വലിയ നേതാവ് എന്ന നിലയിലേക്ക് വളർന്ന് രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നേതാവ് KC ജയിച്ചു. ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ഒരു മന്ത്രിയാണ് ആലപ്പുഴയ്ക്ക് കിട്ടുക. അങ്ങനെയുള്ള ഒരു വലിയ ഒരു പോസിറ്റീവ് ഘടകം ഇത്തവണ KCക്ക് ഉണ്ട് താനും. കഴിഞ്ഞ തവണ നെഗറ്റീവ് ഘടകമില്ല, ഒരു വലിയ പോസിറ്റീവ് ഘടകം ഉണ്ട് താനും KCക്ക്. രാജീവ്, ഇവിടെ ആലപ്പുഴയുടെ ഒരു ചരിത്രം വളരെ പ്രധാനപ്പെട്ടൊരു, നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടെയാണല്ലോ അത്. അതിൻ്റെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഈ തവണയും പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത്? സനീഷ്, ഈ ചരിത്രം പറയുമ്പോഴും ഇതിൻ്റെ അതായത് വോട്ട് റിസൾട്ട് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അത് കോൺഗ്രസിന് ഒരു കാലാകാലങ്ങളായിട്ട് VM സുധീരൻ പല പ്രാവശ്യം ജയിച്ചു, വക്കം പുരുഷോത്തമൻ ജയിച്ചു, അങ്ങനെ പിന്നെ KC വേണുഗോപാൽ വന്ന് KC വേണുഗോപാലിൻ്റെ കയ്യിലായി. അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ആ മണ്ഡലത്തിനുള്ളത്. ഇപ്പോൾ 1980 സുശീല ഗോപാലൻ ഒരു പ്രാവശ്യം ജയിക്കുന്നു. അതിനുശേഷം പിന്നീട് 2 പരീക്ഷണങ്ങളാണ് CPM അവിടെ നടത്തിയിട്ടുള്ളത്. അത് 2 ന്യൂനപക്ഷ പരീക്ഷണങ്ങളാണ് ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ളത്. ഒന്ന് TJ ആഞ്ചലോസ് ജയിക്കുന്നു, പക്ഷേ TJ ആഞ്ചലോസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു. പിന്നെ നടത്തിയത് ഡോക്ടർ KS മനോജ് മത്സരിക്കുന്നു, കുരിശിങ്കൽ മനോജ്. അദ്ദേഹവും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. ഇനിയും CPMന് നടത്താവുന്ന ഒരു പരീക്ഷണം അത് മാത്രമാണ്, ഒരു ന്യൂനപക്ഷ പരീക്ഷണമാണ്. അത് ഇതിനു മുമ്പ് 2 പ്രാവശ്യവും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളതെങ്കിൽ ഇത്തവണ വേണമെങ്കിൽ തിരിച്ച് ഒരു ന്യൂനപക്ഷ മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ് CPMന്. CPM ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ആലോചനകൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരൂർ MLA ആരിഫ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ CPMന് ഒരു വലിയ മത്സരം നടത്താം എന്നുള്ള ഒരു സാധ്യത CPMനെ സംബന്ധിച്ചിടത്തോളം. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ TJ ആഞ്ചലോസിന്റെ പേര്, അത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ശ്രീ അജയൻ ചൂണ്ടിക്കാണിച്ച തീരദേശ മേഖലയിലെ വോട്ട് എന്നതിനോട് കൂടെ ചേർന്നൊരു പക്ഷേ കാണേണ്ടി വരും. അത് അമൃതാനന്ദമയിയുടെ ഒരു സ്വാധീനം അദ്ദേഹം പറഞ്ഞു. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട വലിയൊരു ഫാക്ടറാണോ അവിടെ? കഴിഞ്ഞ പ്രാവശ്യം അതൊരു ഘടകമായി വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് അമൃതാനന്ദമയിക്കെതിരെയുള്ള ഒരു പുസ്തകത്തിലെ വെളിപ്പെടുത്തലും അതുമായിട്ട് ബന്ധപ്പെട്ട ചാനലിൽ വന്ന അഭിമുഖവും ആ മേഖലയിലെ ഒരു തീരദേശ മേഖലയിലുള്ള ആളുകളുടെ ഇടയിലും അല്ലാതെ അമൃതാനന്ദമയി ഭക്തരുടെ ഇടയിലും ഒക്കെ അതൊരു എതിർവികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നോക്കുമ്പോൾ CB ചന്ദ്രബാബു മികച്ച സംഘാടകനാണ്. പക്ഷേ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസിലെ ഒരു യങ് ഫേസ്, അങ്ങനെയുള്ള അത് കഴിഞ്ഞാൽ ഈ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയാൽ ഈ BDJSന്റെ സ്വാധീനം അവിടെയുണ്ട്. ഇപ്പോൾ NSSന്റെ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ളത്, NSSുമായി ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചുമുള്ള പ്രശ്നങ്ങൾക്കൊടുവിൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ NSSന് അനുകൂലമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് സുകുമാരൻ നായർ അടിപൊളി മാന്യനായിട്ടുള്ള ആളാണ്. അപ്പോൾ NSS ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വരുന്നു, അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി വരികയാണെങ്കിൽ ഇവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ അതോട് ചേർത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത ചേർത്ത് ആലോചിക്കുകയാണെങ്കിൽ ഈ സാമുദായികമായിട്ടുള്ള ഈ സംഗതികൾ NSS സംബന്ധിച്ച് കൃത്യമായിട്ട് ചേരി തിരിഞ്ഞു നിൽക്കുന്നത് എന്തെങ്കിലും വിധത്തിൽ സ്വാധീനം ഉണ്ടാക്കുമോ? ഇപ്പോൾ NSSന്റെ കാര്യം പറയുകയാണെങ്കിൽ CPM ഇന്നലെ ഒരു നിലപാടെടുത്തതോടുകൂടി അപ്പോൾ ഒരു ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ CPM വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്തു.
നിലപാടെടുത്തു, NSSനെതിരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും CPM-ന് അതിനകത്തൊരു ഗെയിം പ്ലാൻ ഉണ്ടാവും. ബാക്കിയുള്ള സമുദായങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളൊരു ഗെയിം പ്ലാൻ ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് ഇത് പറഞ്ഞതോടുകൂടി NSSന്റെ നിലപാട് ആർക്ക് അനുകൂലമായിരിക്കും, പൊതുവെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ ആലപ്പുഴയിൽ എല്ലാ വിഭാഗങ്ങൾക്കും, ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും എല്ലാത്തിനും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ അവർ ബാക്ക് ഫുട്ടിലാണ് അവിടെ. പക്ഷെ അതിനെ മറികടക്കണമെങ്കിൽ ഒരു പരീക്ഷണം ആണ് അവരുടെ ന്യൂനപക്ഷ ആംഗിളിലുള്ള ഒരു പരീക്ഷണമാണ് അവരുടെ മുന്നിലുള്ള സാധ്യത. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ കളർക്കോട് ഹരികുമാർ, അദ്ദേഹം മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം കൂടെ ആലപ്പുഴയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരികുമാർ, ഈഴവ വോട്ടുകളുടെ സ്വാധീനം, BDJSന്റെ നിലപാട് ശബരിമല വിഷയത്തിൽ ഒന്നാണ്. SNDPക്ക് അതിൻ്റെ നേതൃത്വത്തിന് മറ്റൊരു നിലപാടുമുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും ചായാവുന്ന ഒരു രാഷ്ട്രീയാവസ്ഥ അതിനകത്തുള്ള ആളുകൾക്ക്, ഈ BDJSന്റെയും SNDPയുടെയും അംഗങ്ങൾക്ക് ഉണ്ട്. ഇത് ഏത് വിധത്തിലായിരിക്കും ബാധിക്കുക? ഈഴവ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹികപരമായ ചരിത്രം പരിശോധിച്ചാൽ ആലപ്പുഴയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഈഴവ സമുദായത്തിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഒരു 60% ഇടതുപക്ഷത്തിന് അനുകൂലം തന്നെയായിരുന്നു. അതിൽ സംശയവും ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ പിന്നീട് SNDPയുടെ തലപ്പത്ത് ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള നേതാക്കന്മാർ വരികയും, ഇപ്പം അതായത് തീവ്രമായ ഇടതുപക്ഷ സ്വഭാവം അല്ലെങ്കിൽ ഇടതുപക്ഷ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആളുകളൊന്നും ആയിരുന്നില്ല SNDPയുടെ തലപ്പത്ത് വന്നിരുന്നത്. ഇപ്പം വക്കം പുരുഷോത്തമനെപ്പോലുള്ള നേതാക്കന്മാർ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വക്കം പുരുഷോത്തമനെപ്പോലുള്ള നേതാക്കൾ ആലപ്പുഴയിൽ അടിയറവ് പറഞ്ഞത് ഈഴവ ഭൂരിപക്ഷമുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഏതെങ്കിലും രീതിയിലുള്ള ജാതി സ്വാധീനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജാതി താല്പര്യം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് ആ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നവർ അങ്ങനെ വിചാരിക്കില്ല എന്നാണ് കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ BDJS പോലുള്ള ഒരു പ്രസ്ഥാനം ആലപ്പുഴയിൽ എത്രമാത്രം അതിന് വേരോട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം അത് വോട്ട് ക്യാൻവാസ് ചെയ്യും എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. കാരണം BDJSനകത്തുള്ള ഒരു കൂടുതൽ പ്രവർത്തകരും 90% പ്രവർത്തകരും ഇടത് വലത് മുന്നണികളുടെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് എത്രമാത്രം വോട്ട് പിടിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ വോട്ട് ചോർത്തിയെടുക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ BDJS അല്ലെങ്കിൽ SNDPക്ക് രാഷ്ട്രീയമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BDJSന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് എത്രമാത്രം ഗുണമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി, വളരെ നന്ദി ശ്രീ കളർക്കോട് ഹരികുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്. വിവിധ ഘടകങ്ങളുണ്ട് ആലപ്പുഴയിലെ വിജയത്തെയും പരാജയത്തെയും നിശ്ചയിക്കാൻ.